أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين العاقبة للمتقين. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ സഫർ മാസത്തിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്, വ്യാഴാഴ്ച, സഫർ 2. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൻ്റെ ഈ പ്രഭാതം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസത്തിൽ അല്ലാഹു നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. വീടുകളിൽ ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹദ്ദാദിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്, ഫളായിലുകളെക്കുറിച്ചാണ്. ഹദ്ദാദിൻ്റെ 13ഓളം ദിക്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പറയാൻ പോകുന്നത് 14ഉം 15ഉമാണ്. 14ാമത്തെ ദിക്റും 15ാമത്തെ ദിക്റുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ മുമ്പ് നാളെ വ്യാഴാഴ്ചയാണ്. ഞാൻ നാളെ സ്ഥലത്തുണ്ടായിരിക്കുന്നതല്ല. വിളിക്കുന്നവർ, വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ വിളിച്ചിട്ട് വരിക. നാളെയും മറ്റന്നാളും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. വരുന്നവർ വിളിച്ചിട്ട് വരിക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഹദ്ദാദിൻ്റെ മഹത്വങ്ങൾ, ഫളായിലുകൾ നമ്മൾ കുറേ പറഞ്ഞു. 13ഓളം ദിക്റുകൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ മഹത്വങ്ങളും നിങ്ങൾ കേട്ടു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദ്ദാദ് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, നമ്മൾ ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലുമ്പോൾ, ഹദ്ദാദൊക്കെ ചൊല്ലുമ്പോൾ ഇഖ്ലാസോടുകൂടി ചൊല്ലുക. അതിനൊക്കെ പ്രതിഫലം നമുക്ക് ഒരുപാട് കിട്ടും. അത് ആരും മറന്നു പോകരുത്. ആദ്യമായി ഉണർത്തുകയാണ്.
ഏതാണ് 14-ാമത്തെ ദിക്ർ? അസ്ലല്ലാഹു മുറൽ മുസ്ലിമീൻ അസ്റഫല്ലാഹു ശറൽ മുഅ്ദീൻ യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫ് യാ ഖബീർ. അത് 15-ാമത്തെ ദിക്ർ. ഈ രണ്ട് ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഈ ദിക്റിൻ്റെ മഹത്വം? 14-ാമത്തെ ദിക്ർ അസ്ലല്ലാഹു മുറൽ മുസ്ലിമീൻ അസ്റഫല്ലാഹു ശറൽ മുഅ്ദീൻ. ഈ ദിക്ർ പൊതുവെ എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടി ഉള്ള പ്രാർത്ഥനയാണ്. ഇതൊരു പ്രാർത്ഥനയും കൂടിയുമാണ് ഈ ദിക്ർ എന്നാണ് മഹാന്മാർ പറയുന്നത്. ഈ ഒരു പൊതുവെ എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹനവും നിർദ്ദേശവും വന്നിട്ടുണ്ട്. സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും വേണ്ടി പ്രാർത്ഥിക്കൽ ജുമുഅ ഖുതുബയുടെ നിബന്ധനകളിൽ പെട്ടതാണെന്ന്. അതില്ലാതെ ജുമുഅ സാധുവാകുകയില്ല. അപ്പം എന്താണ്? എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്. അസ്ലല്ലാഹു മുറൽ മുസ്ലിമീൻ അസ്റഫല്ലാഹു ശറൽ മുഅ്ദീൻ എന്നുള്ളത്. സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാണ്. പ്രാർത്ഥിക്കണം. ജുമുഅ ഖുതുബയുടെ നിബന്ധനകളിൽ പെട്ടതാണ്. അല്ലാതെ ജുമുഅ സാധുവാകുകയില്ല എന്നാണ് മഹാന്മാർ പറയുന്നത്. സ്ഥലത്തില്ലാത്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സ്ഥലത്തില്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് അതിന് ഉത്തരമുണ്ട് എന്ന് ആണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ എനിക്കും വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിന് ഉത്തരമുണ്ട്. കാണാതെ മറഞ്ഞു നിന്നുകൊണ്ട് മറഞ്ഞിരിക്കുന്ന വിദൂര ദിക്കുകളിൽ നിന്നൊക്കെ ദുആ ചെയ്യുമ്പോൾ അതിനൊക്കെ ഉത്തരമുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നിന്ന് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏറ്റവും വേഗത്തിൽ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന മറഞ്ഞവൻക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണെന്ന് തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? മറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയെന്ന് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെയും ഒക്കെ ദുആ ചെയ്യുക. അതിനൊക്കെ ഉത്തരം ശ്രേഷ്ഠതയേറിയ പ്രാർത്ഥനയാണ്. അത് മറഞ്ഞവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അടുത്തത് 15-ാമത്തെ ദിക്ർ യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫ് യാ ഖബീർ. ഈ ദിക്ർ പറയുന്നതെല്ലാം അസ്മാഉൽ ഹുസ്നയിൽ വന്നവയാണ്. ഈ പറഞ്ഞ ദിക്ർ അസ്മാഉൽ ഹുസ്നയിൽ വന്ന ദിക്റുകളാണ്. ഈ മഹത്തമേറിയ നാമങ്ങളുടെ സവിശേഷതകൾ എത്രയാണെന്ന് പറയാനോ വിവരിക്കാനോ സാധ്യമല്ല. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലില്ലാഹി തിസ്അതു വ തിസ്ഊന ഇസ്മാ.
അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അത് മനഃപ്പാഠമാക്കുന്നവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ എന്താണ് ഈ ഇസ്മിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. കാരണം യാ അലിയു, യാ കബീറു, യാ അലീമു, യാ ഖദീറു, യാ സമീഉ, യാ ബസീറു, യാ ലത്തീഫ്, യാ ഖബീർ, ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ പറയുന്നതെല്ലാം അസ്മാഉൽ ഹുസ്നയിൽ വന്നവയാണ്. ഈ മഹത്തായ നാമങ്ങൾ സവിശേഷതകൾ എത്രയാണെന്ന് പറയാനോ വിവരിക്കാനോ സാധ്യമല്ല. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലില്ലാഹി 99 ഇസ്മാ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അത് മനഃപ്പാഠമാക്കുന്നവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അസ്മാഉൽ ഹുസ്നയൊക്കെ കാണാതെ പഠിക്കുക. നമ്മളൊക്കെ സ്വർഗം ചോദിക്കുന്നവരാണ്. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചാൽ എനിക്ക് സ്വർഗം ഉറപ്പാണെന്നാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ പറഞ്ഞ ദിക്റുകൾ അസ്മാഉൽ ഹദ്ദാദിലുള്ള ഈ ദിക്റുകളൊക്കെ ഓരോന്നിനും ഫളുകൾ കൂടിയുള്ള ഫളുകളാണ്, പ്രതിഫലങ്ങളാണ്. നാം അതൊന്നും ഒഴിവാക്കിക്കൂടാ. ഹദ്ദാദ് നമ്മളെന്താണ് ഒരു സത്യവിശ്വാസിയുടെ ഒരു ചര്യയാണ് എന്നാണ് പറഞ്ഞത്. നിത്യമാക്കാൻ ദായിമാക്കൽ അനിവാര്യമാണ് എന്നാണ് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഹദ്ദാദ് ഒരു മുഅ്മിനിൻ്റെ എന്താണ് അതുപോലെ ഹദ്ദാദൊക്കെ നമ്മൾ ദായിമായി ചൊല്ലുക. എല്ലാ ദിവസവും ഹദ്ദാദ് ചൊല്ലിയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, ഹദ്ദാദ്, റാത്തീബുകൾ റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പലരും പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ചൊല്ലുന്നവരാണ്. റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്ക് നീ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. ദിവസേന മരുന്ന് കുടിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട് റബ്ബേ, അവരുടെ രോഗങ്ങൾ നീ ശിഫാ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ നീ വീട്ടുവാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ, നിങ്ങൾക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുമെന്നുള്ള വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.